ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ ADM നവീൻ ബാബു മരിച്ചിട്ട് ഇപ്പോൾ 1.5 മാസം പിന്നിട്ടിരിക്കുകയാണ്. ഇതുവരെ ആ കുടുംബം പാർട്ടിക്കെതിരെയോ സർക്കാരിനെതിരെയോ അത്ര വലിയ ഒരു വിമർശനം ഉന്നയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായില്ല. മലയാളപ്പുഴയിലെ വളരെ പുരാതനമായ ഒരു പാർട്ടി കുടുംബം, പാർട്ടിയാണ് അവർക്കെല്ലാം. സർക്കാർ സർവീസിൽ തുടരുമ്പോഴും ഇടതുപക്ഷ സർവീസ് സംഘടനകൾക്കൊപ്പമാണ് നവീൻ ബാബു ഉണ്ടായിരുന്നത്, ഭാര്യ മഞ്ജുഷയുണ്ടായിരുന്നത്. ആ കുടുംബം ഇപ്പോൾ ചതിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അവിടെ സന്ദർശിച്ചതിന് ശേഷമാണ് അദ്ദേഹം അത്തരത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞത്. അതിന് ഉപോത്ബലകമാകുന്ന വിധത്തിൽ അവർ ഉന്നയിച്ച ഏറ്റവും കാതലായ വിഷയം CBI അന്വേഷണം എന്ന ആവശ്യത്തെ നിരാകരിച്ചിരിക്കുകയാണ് CPM പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. എങ്ങനെയാണ് ഈ സാഹചര്യത്തെ താങ്കൾ കാണുന്നത്? ചതിക്കപ്പെട്ടോ നവീൻ ബാബുവിന്റെ കുടുംബം? ആദ്യം പറയാനുള്ളത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട K. സുരേന്ദ്രൻ അതിലപ്പുറം ഒന്നും പറയാൻ പറ്റത്തില്ല. അതായത് അങ്ങനെ പറയാൻ പറ്റില്ല. ഇവിടെ അവര് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ആ കുടുംബം പിന്നെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അവരുടെ വീക്ഷണത്തിൽ അവർക്ക് ആ അന്വേഷണ ഏജൻസി ആയിരിക്കും തൃപ്തികരമെന്ന് അവർക്ക് തോന്നിയതിനെ നമുക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷെ വസ്തുത എന്താണ്? ഈ മരണം നടന്നിട്ട് ഇപ്പൊ 1.5 മാസമായി. BP ദിവ്യ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന അവരുടെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിന്റെ സെൻഡ് ഓഫുമായിട്ട് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ അവർ പറഞ്ഞൊരു കാര്യത്തെ കുറിച്ചാണ്, 2 വാചകത്തെ കുറിച്ചാണ് പിന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നുള്ളതാണ് കുറ്റപത്രം പൊതുവെ ആരോപിക്കപ്പെടുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്. പക്ഷെ ഗവൺമെന്റ് പാർട്ടി ചെയ്തെടുത്താൽ നിലപാടെന്നാണ്. ആ നിലപാടല്ലേ ഇവിടെ ചിന്തിക്കേണ്ടത്. ഇവിടെ ഏതെങ്കിലും രീതിയിൽ അവരെ സംരക്ഷിക്കാനുള്ള ചെറുവിൽ ഇറക്കിയിട്ടുണ്ടോ കേരള സർക്കാർ? ഈ വാർത്ത പുറത്തു വന്ന ഉടനെ തന്നെ പാർട്ടി അവരെ തള്ളി പറഞ്ഞു. അവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അവരെ രാജിവെപ്പിച്ചു. അത് കൂടാതെ തന്നെ പാർട്ടി സ്ഥാനത്ത് നിന്നും അവരെ ജില്ലാ കമ്മിറ്റി മെമ്പർ സ്ഥാനത്ത് നിന്ന് അവരെ വെറും ബ്രാഞ്ച് മെമ്പറായിട്ട് തരം താഴ്ത്തി. അതിലൊക്കെ ഉപരിയായിട്ട് അവരെ 11 ദിവസം ജയിലിലിട്ടു. അവർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നുള്ള പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദഗതികൾ നിങ്ങളൊക്കെ സഹായിച്ചതാ. അത് ഈ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളതല്ലേ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത്? എന്തെങ്കിലും വിട്ടുവീഴ്ച ആ വാദത്തിൽ ഉണ്ടായോ? ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെടുന്ന ഒരാളെ സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ആത്മഹത്യാ പ്രേരണ ഒരിക്കലും ഒരു ആത്മഹത്യക്ക് പ്രേരിതമാകാൻ പാടില്ലാത്തതാണ്. ഒന്നിന്റെ അവസാന വാക്കല്ല ആത്മഹത്യ. ഇതാണ് പരിഷ്കൃത സമൂഹം നമ്മൾ പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്രയ്ക്കും വലിയൊരു ഉദ്യോഗസ്ഥൻ, അത് എത്രയോ സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നൊരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തതിലേക്ക് അത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ പാടില്ലായിരുന്നു. അദ്ദേഹം പല കാര്യങ്ങളും നോക്കണമായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നതല്ല. ആസ് എ ഹ്യൂമൻ ബീങ് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ ഒരുപക്ഷെ അദ്ദേഹത്തിന് മാനസിക പ്രശ്നം സംഭവിച്ച് വാദത്തിന് വേണ്ടി നമുക്ക് വേണം അംഗീകരിക്കാതെ ആത്മഹത്യ ചെയ്യുന്നുള്ളവരും. പക്ഷെ അതിനുമെതിരെയുള്ള സർക്കാരിന്റെ നടപടി അത് വളരെ ശക്തമായിരുന്നു. ഇവിടെ ഇതിനൊക്കെ മുമ്പൊക്കെ എത്രയോ ഉദ്യോഗസ്ഥന്മാർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു, എത്രയോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തൂങ്ങിച്ചെത്തിരിക്കുന്നു, എത്രയോ ഉദ്യോഗസ്ഥന്മാർ പല രീതിയിലുള്ള പിന്നെ വ്യക്തിഗതകൾക്ക് നിരപ്പായിട്ടുണ്ട്. അവരാരെങ്കിലും പോയി ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ? എത്രയോ രാഷ്ട്രീയക്കാർ, എത്രയോ പൊതുപ്രവർത്തകരൊക്കെ ഈ രീതിയിലുള്ള പിന്നെ ഓഡിറ്റിങ്ങിനുള്ള വിചാരണയ്ക്ക് പാത്രീഭൂതമായിട്ടുണ്ട്. പക്ഷെ അതല്ല പ്രശ്നം. അവിടെ ആ കുടുംബത്തോടെ ഇപ്പൊ നിൽക്കുമെന്ന് പാർട്ടി പ്രഖ്യാപിച്ചു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അതിനെ ആവർത്തിച്ച് പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് തത്പരമായ നടപടി സ്വീകരിച്ചു. കൂടാതെ കണ്ട് 5 അംഗ ഒരു പോലീസ് സംവിധാനത്തെ ഇത് അന്വേഷിക്കാൻ ഏർപ്പെടുത്തിയിരിക്കുന്നു. കോടതിയിലേക്ക് റിപ്പോർട്ട് കൊടുക്കാൻ വരുന്നേ ഉള്ളൂ. അതിനു മുമ്പായിട്ട് ആ അന്വേഷണ ഏജൻസിയെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് CBI അന്വേഷണത്തിന് പോയെന്ന് പറഞ്ഞാല് ഞാൻ വളരെ ആദരവോട് പറയട്ടെ, അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. കാരണം CBI എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഉപകരണം മാത്രമാണ്. അത് കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷി എന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞ കറക്റ്റാ. 2 തവണ സുപ്രീം കോടതി അങ്ങനെ നിരീക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു അന്വേഷണ ഏജൻസി CBI ഇതുവരെ ക്രെഡിബിലിറ്റി തെളിയിക്കാത്ത ഈ രാജ്യത്തെ ഈ അന്വേഷണ ഏജൻസി ഈ കേസ് അന്വേഷിച്ചാൽ വെറും രാഷ്ട്രീയ പകപോക്കലിന് അത് ഉപകരിക്കുമെന്നല്ലാതെ കൊണ്ട് ആ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് പിന്നെ നീതി കിട്ടുമെന്ന് ഒരു കാരണവശാലും CBIയെ കുറിച്ച് അറിയാവുന്ന ആരും വിശ്വസിക്കുന്നില്ല. ഇതാണ് എന്റെ വസ്തുത എന്ന് പറയുന്നത്. പിന്നെ അവരെ സംബന്ധിച്ച് ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല. കാരണം സ്വന്തം ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു ഭാര്യ, 2 പെൺകുഞ്ഞുങ്ങള്, അവർക്ക് നീതി കിട്ടണം. അത് നീതി കിട്ടിയേ പറ്റൂ. അത് നമ്മളൊക്കെ അന്ന് മുതൽ ആ നിലപാട് തന്നെയാ. ആ പക്ഷത്ത് നിന്നുകൊണ്ടാണ് ഈ പാർട്ടിയും സർക്കാരും ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ റെജി ലൂക്കോസ്, അങ്ങ് ഇക്കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ആ കുടുംബത്തിന്റെ ആശങ്ക അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെയൊക്കെ നിയോഗിച്ചു. പക്ഷേ ആ അന്വേഷണത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പുരോഗതി ഉണ്ടെന്ന് ആ കുടുംബം വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇവിടുത്തെ അന്വേഷണ സംവിധാനത്തെ, സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണ സംവിധാനത്തെ, CPMന്റെ സംഘടനാ സംവിധാനത്തെ അവർക്ക് വിശ്വാസമില്ല. അതുകൊണ്ടാണ് അവർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ CPMന്റെ നേതാവ്, വനിതാ നേതാവ് പ്രതിയായ കേസിൽ
ആ പ്രതിയെ സംരക്ഷിക്കാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് മഞ്ജുഷ യഥാർത്ഥത്തിൽ ഹൈക്കോടതിയിൽ ഈ CBI അന്വേഷണത്തിന് വേണ്ടി ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. അതിൽ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. ഒരു തരത്തിലുള്ള എല്ലാ തെളിവുകളും തേച്ചുമാച്ച് കളയാൻ പ്രതി തന്നെ പോലീസിനും സർക്കാരിന്റെ സംവിധാനങ്ങൾക്കും നിർദ്ദേശം നൽകുന്ന രീതിയിൽ പ്രതി തന്നെ മുന്നോട്ട് വരുന്നു എന്നതടക്കം വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ആ ഹർജിയിൽ ശ്രീമതി മഞ്ജുഷ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അല്ല മഞ്ജുഷ, അല്ല നിലുവ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഇന്ന് ആ ഹൈക്കോടതി ഒരു കാര്യം പ്രത്യേകിച്ച് അവരോട് ചോദിച്ചിരുന്നു, വക്കീലിനോട് ചോദിച്ചിരിക്കുന്നു. ഇവര് ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് കൊലപാതകമാണെന്നൊരു സംശയം അവർ പ്രകടിപ്പിച്ചിരിക്കുന്നു. കൊലപാതകമാണെന്നൊരു സംശയം പ്രകടിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് അവർ ചോദിച്ചു. ബഹുമാനപ്പെട്ട കോടതി ആരാഞ്ഞിരിക്കുന്നു. അത് അവരുടെ വക്കീലെടുത്ത് മറുപടി എന്താണെന്നുള്ളത് നമ്മൾക്ക് പബ്ലിക് ഡൊമൈനിൽ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത ഇതെങ്ങനെയാണ് കൊലപാതകത്തിലേക്ക് നയിക്കുന്നത്, കൊലപാതകമാണെന്നുള്ളത്. ഇതുവരെ കൊലപാതകമാണെന്നുള്ള ഒരു സംശയം ആ കുടുംബത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളതായിട്ട് എന്റെ അറിവിലില്ല. രണ്ടാമത്തെ കാര്യം, കുടുംബം CPM എന്ന് പറയുന്ന പാർട്ടിയെ സർക്കാരിനെ തള്ളിക്കളഞ്ഞതായിട്ടുള്ള നിങ്ങളുടെ വാർത്ത ശരിയല്ല. കാരണം കുടുംബത്തിന് മുമ്പിൽ മൈക്ക് നീട്ടിക്കൊണ്ട് പല CPM വിരുദ്ധ മാധ്യമങ്ങളും മരണപ്പെട്ട അന്ന് മുതൽ നിഷ്കരണം അവരോട് ചോദിച്ചു, CPM-നെതിരെ പരാതിയുണ്ടോ, സർക്കാരിനെതിരെ പരാതിയുണ്ടോ. അവരെല്ലാവരും ആ നിമിഷം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹോദരൻ, അദ്ദേഹത്തിന്റെ ഭാര്യ സഹിതം അദ്ദേഹത്തിന്റെ കുടുംബങ്ങളെല്ലാം പറഞ്ഞത് ഞങ്ങൾക്ക് സർക്കാരിന്റെ അവിശ്വാസമില്ല, പാർട്ടിയെ ഞങ്ങൾക്ക് അവിശ്വാസമില്ല. ആവർത്തിച്ച് ദിവസങ്ങളോട് അവർ പറഞ്ഞു. അപ്പൊ അവർക്ക് ഉത്തമ ബോധ്യം. പക്ഷേ അവർ വളരെ കൃത്യമായ നിലപാട് മാറ്റിയിട്ടുണ്ട്. ഹൈക്കോടതിയിലടക്കം വളരെ ഗുരുതരമായ ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, ഞാൻ അങ്ങയിലേക്ക് വരാം.